കർത്താവ് യേശുവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാവട്ടെ. യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് എനിക്ക് സ്വീകരിക്കാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ്. ചെറിയ പ്രായം മുതൽ വലിയ അമ്പരഭക്തനായിരുന്നു. എന്നാൽ എൻ്റെ മരണശേഷം എന്തു സംഭവിക്കും, എനിക്കെങ്ങനെ മോക്ഷം ലഭിക്കും, കൊച്ചു പ്രായം മുതൽ ഇതൊരു ചിന്തയായിരുന്നു. അങ്ങനെ പല മതങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചു, ഒത്തിരി ഗ്രന്ഥങ്ങൾ വായിച്ചു. എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യത മാറ്റുവാൻ ഇതിനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഓരോ മതങ്ങളുടെ ഓരോ കാര്യങ്ങളും കണ്ടിട്ട് എനിക്കതിനോട് വിരക്തി തോന്നുകയും അങ്ങനെ ക്രമേണ ഞാൻ ദൈവമില്ല എന്നൊരു വിശ്വാസത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക് തിരിയുവാനും ഇടയായിത്തീർന്നു. അങ്ങനെ നാളുകൾ ഞാൻ നിരീശ്വരനായി തീർന്നു. ദൈവമില്ല എന്ന് സമർത്ഥിക്കുന്ന പല പുസ്തകങ്ങളും ധാരാളമായിട്ട് ഞാൻ വായിച്ചു. അങ്ങനെ ഞാൻ പൊതുവേ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനുമായിരുന്നു. അങ്ങനെ ദൈവമില്ല എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ഞാൻ പൂർണ്ണമായിട്ട് വന്നു. നാളുകൾ കഴിഞ്ഞു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം ഞാൻ BA-ക്ക് ഇക്കണോമിക്സാണ് പഠിച്ചുകൊണ്ടിരുന്നത്. വാസ്തവത്തിൽ ആ സബ്ജക്റ്റിലെ ഒരു സിദ്ധാന്തമാണ് വാസ്തവത്തിൽ ദൈവമുണ്ടെന്ന് പിന്നെയും അന്വേഷിക്കാൻ എനിക്ക് ഇടയായത്. ഞാൻ സാമ്പത്തികശാസ്ത്രം പഠിക്കുമ്പോൾ യൂട്ടിലിറ്റി എന്നൊരു തിയറി അതിനകത്ത് പഠിക്കാനുണ്ടായിരുന്നു. ആ തിയറി പറയുകയാണ്, മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് യാതൊരു വസ്തുവും ലോകത്തിൽ ഉണ്ടാവുന്നില്ലത്. അപ്പോൾ ഞാൻ കഴിക്കുന്ന വസ്തുക്കൾ, ധരിക്കുന്ന വസ്തുക്കൾ, കണ്ണുകൊണ്ട് കാണുന്ന മറ്റെന്തൊരു വസ്തുക്കളെക്കുറിച്ച് നോക്കിയപ്പോഴും ഒന്നിൻ്റെ അടിസ്ഥാന പദാർത്ഥങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കുന്നില്ല എന്നൊരു കാര്യം മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചമെല്ലാം ആരുണ്ടാക്കി, എങ്ങനെയുണ്ടായി എന്നൊരു വലിയ ചിന്ത എന്നെ ഭരിക്കാനിടയായി. അപ്പോൾ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായ ചില പഠനങ്ങൾ ഞാൻ കുറേ ദീർഘമായി പഠിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ആകാശത്തെയും അതിൻ്റെ സകല ചന്ദ്രന്മാരെയും ഗ്രഹങ്ങളെയെല്ലാം സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് തീർച്ചയായിട്ടും ഉണ്ട് എന്നൊരു ബോധം വരികയും അങ്ങനെ ദൈവത്തെക്കുറിച്ച് പിന്നെയും ഞാൻ അന്വേഷിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഹല്ലേലൂയ, ഏകനായൊരു ദൈവമുണ്ട് എന്നൊരു ബോധ്യം, സർവശക്തനൊരു ദൈവമുണ്ടെന്നൊരു ബോധ്യം വന്നു. അങ്ങനെ അന്വേഷിച്ച് ഞാനൊരു 6 മതങ്ങളെക്കുറിച്ച് അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ ഞാൻ ഇസ്ലാമാകാൻ തീരുമാനിച്ചു. കാരണം ഞാൻ ഹൈന്ദവനായിരുന്നതുകൊണ്ട് ഋഗ്വേദത്തിൻ്റെ മലയാള പരിഭാഷ പഠിച്ചപ്പോൾ അതിനകത്ത് ഒരു ശ്ലോകം പറയുന്നു, ദൈവം ഏകനാണെന്നും അവൻ ആത്മസ്വരൂപനാണെന്നും. അപ്പോൾ ദൈവം ആത്മാവാണെങ്കിൽ ഒരു രൂപത്തിലും കാണാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മതങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് അവസാനം ഇസ്ലാം ആവാൻ തീരുമാനിച്ചു. എങ്കിലും ദൈവത്തിൻ്റെ ഒരു കൺഫർമേഷൻ ലഭിച്ചിട്ട് മാത്രം വിശ്വസിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്നോട് ചിലർ പറഞ്ഞു, യേശു ക്രിസ്തുവാണ് മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്നത്, അതുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചാൽ മാത്രമേ പാപക്ഷമ ലഭിക്കത്തുള്ളൂ, പാപക്ഷമ ലഭിച്ചാൽ മാത്രമേ ഈശ്വരൻ അകത്ത് വരത്തുള്ളൂ, എന്നാൽ മാത്രമേ മോക്ഷം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു രക്ഷ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാനതിനെ തള്ളിക്കളഞ്ഞതാണ്. എന്നാൽ അന്ന് തൊട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, വാസ്തവമായിട്ടൊരു ദൈവമുണ്ടോ, ഉണ്ടെങ്കിൽ എനിക്കത് വെളിപ്പെടുത്തി തരണം, ഒന്നുകിൽ എനിക്കൊരു സ്വപ്നം കാണിച്ചു തരണം, അല്ലെങ്കിൽ ഒരു ദർശനം കാണിച്ചു തരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാണ് ദൈവം സ്വപ്നം കാണിക്കുന്നതെന്ന് എനിക്ക് അറിവില്ല. പക്ഷേ നാളുകൾ കഴിഞ്ഞു. 1986 എൻ്റെ പഠനമെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ പ്രാർത്ഥന മാത്രം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ 4 വർഷം കഴിഞ്ഞപ്പോൾ 1990 ഡിസംബർ 23 ഒരു പകൽ രാവിലെ കുളിക്കാൻ വെള്ളമൊക്കെ കോരി വെച്ച് കുളിമുറിയുടെ വാതിക്കലേക്ക് ചെന്ന് ദൈവകാര്യം ചിന്തിച്ചിട്ട് ഈശ്വര സത്യമറിയാൻ സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് കയറാൻ തുടങ്ങുകയും ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദമാണ്, എൻ്റെ കാതുകൊണ്ട് കേൾക്കുകയാണ്, നീ അന്വേഷിക്കുന്ന രക്ഷയുടെ മാർഗം യേശുവാണെന്ന്. അങ്ങനെ ആ ദൈവശബ്ദം കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഹൃദയം യേശുവിനായി സമർപ്പിക്കാനിടയായി. എന്നാൽ ഇതിനു മുമ്പായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഹൈന്ദവനായിരുന്നതുകൊണ്ട് ഹൈന്ദവ പുരാണങ്ങൾ ധാരാളം പഠിച്ചപ്പോൾ ബൃഹദാരണ്യ ഉപനിഷത്തിലെ ഒരു ശ്ലോകം എന്നെ വല്ലാതെ ആകർഷിച്ചു. അവിടെ പറയുന്നു, അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയം മൃത്യോമം അമൃതഗമയം. ഞാൻ അസത്യത്തിലാണ്, എന്നെ സത്യത്തിലേക്കും, ഞാൻ ഇരുളിലാണ്, എന്നെ വെളിച്ചത്തിലേക്കും, ഞാൻ മരണത്തിലാണ്, എന്നെ നിത്യജീവനിലേക്കും നടത്തണമേ. ഞാൻ നടക്കാമെന്നല്ല അവർ പ്രാർത്ഥിച്ചത്, ഞങ്ങളെ നടത്തണമേ. അപ്പോൾ ഒരു രക്ഷകൻ സത്യത്തിലേക്കും വെളിച്ചത്തിലേക്കും നിത്യജീവനിലേക്ക് നടത്താൻ വരും എന്ന് പ്രതീക്ഷിച്ചു. ഞാനും അതുതന്നെ അന്വേഷിച്ചു, ഈ രക്ഷകൻ ആരാണെന്ന്. അങ്ങനെ പ്രാർത്ഥന ഇരിക്കുമ്പോഴാണ് ഈ ദൈവശബ്ദം കേൾക്കുന്നത്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ലെന്ന്. ഹല്ലേലൂയ. ഞാനിത് അന്വേഷിച്ചപ്പോൾ യേശുക്രിസ്തു മാത്രമേ ഇതിന് മറുപടി പറഞ്ഞുള്ളൂ, ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഹൃദയം ആ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഞാൻ യേശുവിനായി എൻ്റെ ജീവിതം കൊടുത്തു. ഇന്ന് 22 വർഷം കഴിഞ്ഞു. യേശു എൻ്റെ കർത്താവും ദൈവമാണ്. പക്ഷേ ഞാൻ ഇതുവരെ ഒരു മതവും, ക്രിസ്തീയ മതമായിട്ട് മറ്റൊരു മതത്തെയും അനുകൂലിക്കോ പ്രതികൂലിക്കോ ചെയ്തില്ല. ഞാൻ ക്രിസ്തു മതത്തിൻ്റെ വക്താവുമല്ല. മരണം വരെയും ഞാൻ യേശു ക്രിസ്തു പറഞ്ഞ മാർഗത്തിൻ്റെ മാത്രം വക്താവാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു മാത്രം മാനവരാശിയുടെ രക്ഷകനെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ എൻ്റെ ജീവിതം കൊടുത്തു. ഞാൻ ആ ദൈവം പറഞ്ഞ ആ വലിയ സമാധാനം, ആ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ,
നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. എനിക്ക് 10 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ മരിച്ചുപോയി. അങ്ങനൊരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിന്നും മനസ്സിലായിട്ടില്ല. എങ്കിലും യേശു ക്രിസ്തു എൻ്റെ ഭൗതിക കാര്യത്തിന് വേണ്ടി അല്ല എൻ്റെ ജീവിതത്തിൽ വന്നതെന്ന് ഞാൻ പ്രധാനമായിട്ട് വിശ്വസിക്കും. എൻ്റെ നിത്യതയുമായിട്ട് എന്നെ ദൈവം കണക്ട് ചെയ്യുന്നൊരു ബന്ധമാണ് യേശു ക്രിസ്തുവായുള്ള ബന്ധം. അതുകൊണ്ട് ഈ ഭൗതിക ലോകത്തിലെ എന്തൊക്കെ എനിക്ക് ലാഭമായാലും നഷ്ടമായാലും അതൊന്നും യേശുവിൻ്റെ സ്നേഹത്തിന് എന്നെ മാറ്റിക്കളയത്തില്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് ആ യേശു എൻ്റെ കർത്താവും ദൈവമായിട്ട് ഞാൻ അവനെ അംഗീകരിച്ചു. ആ ദൈവിക സമാധാനം ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അനുഭവിക്കാണ്. ഈ സാക്ഷ്യത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. Freshness all around, there's a whole lot of love, smiling faces, there's a whole lot of joy. Feel the difference, magic in the air. Feel the difference, children having fun. Moments are beautiful, they last a whole lifetime. Happiness all around, feel the difference. Mars Hypermarkets and Shopping Center, south of the Oman. Feel the difference. ദൈവത്തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ഷീല എന്നാണ്. എൻ്റെ ഹസ്ബൻഡ് KS എബ്രഹാം. ഞങ്ങൾ രണ്ടുപേരും പ്രൊഫഷണലി ടീച്ചേഴ്സാണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തന്നു. മൂത്ത മോൾ കുടുംബമായിട്ട് ദുബായിലായിരിക്കുന്നു. മകൻ അമേരിക്കയിൽ കുടുംബമായിട്ടായിരിക്കുന്നു. ഇന്നോളം ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിൻ്റെ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സമയം ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ എൻ്റെ ദൈവം എനിക്ക് നന്നായി ഭാഗ്യപദവിക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, വെൻ ഗോഡ് വാണ്ട്സ് ടു ഡു സംതിങ് ഹി സ്റ്റാർട്ട്സ് വിത്ത് എ ബേബി. ദാറ്റ് ഈസ് ഗോഡ്സ് പാറ്റേൺ. പിന്നെയും പറയുക, വെൻ ഗോഡ് വാണ്ട്സ് ടു ചേഞ്ച് ഹിസ്റ്ററി ഹി ഡസൻറ്റ് സ്റ്റാർട്ട് വിത്ത് എ ബാറ്റിൽ, ഹി സ്റ്റാർട്ട്സ് വിത്ത് എ ബേബി എന്ന്. അപ്പോൾ ദൈവത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ ദൈവം എപ്പോഴും ഒരു കുഞ്ഞിനെ ആയിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മളത് പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. അതിനകത്ത് വായിക്കുന്നുണ്ട്, എക്സഡസ് തുടങ്ങുന്ന തന്നെ നമ്മുടെ പിതാക്കന്മാരെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ആ ചരിത്രം, ദൈവത്തിൻ്റെ ആ ചരിത്രം തുടങ്ങുന്നത് തന്നെ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ബർത്ത് ഓഫ് ദ ബേബി മോസസ്. അപ്പോൾ ദൈവം വൻ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ചെറിയ വീക്കായിട്ടുള്ള കാര്യങ്ങളെയാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം ദൈവം പറയുക, ഞാൻ ബലഹീനമായതിനെയും സിമ്പിളായിട്ടുള്ളതിനെയും ഭോഷത്വമായതിനെയുമാണ് തിരഞ്ഞെടുക്കുന്നതെന്ന്. ടു കൺഫ്രണ്ട് ദി വൈസ്, അവരെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ വായിക്കാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ പാരമ്പര്യത്തെ ചേഞ്ച് ചെയ്യാനുമായിട്ട്, ഞങ്ങളുടെ ഹിസ്റ്ററിയെ ചേഞ്ച് ചെയ്യാൻ ഞങ്ങളുടെ മൂത്ത പൈതലിനെ അവൾക്ക് 2 വയസ്സും 2 മാസം ഉള്ളപ്പോഴാണ് ഉപയോഗിക്കാനിടയായി തീർന്നത്. ഞങ്ങൾ 2 പേരും നൈജീരിയയിൽ ടീച്ചേഴ്സായിരുന്നു. ഈ 2 കുഞ്ഞുങ്ങളും നൈജീരിയയിലാണ് ജനിച്ചത്. അവളുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നും ഹീസ് എൻ ഇമ്മീഡിയറ്റ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്കിടയായി തീർന്നു. ഒരു ദിവസം അവൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവൾ സൈക്കിൾ വെച്ച് കളിക്കുകയായിരുന്നു. ആ സൈക്കിളിൻ്റെ ഒരാണി പെട്ടെന്ന് നമ്മൾ കളിച്ച് എങ്ങനെ അത് ഊരി അതവളുടെ വായിലിട്ടു, അതങ്ങ് അകത്ത് പോകാനിടയായി തീർന്നു. പെട്ടെന്ന് അവൾ കരയാൻ തുടങ്ങി, മമ്മി ഐ സ്വാളോഡ് എ നെയിൽ എന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ വൊമിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അത് പുറത്ത് വന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ 2 പേരും കൂടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നൈജീരിയയിൽ ഇത്രയും നല്ല ഡെവലപ്ഡ് ഹോസ്പിറ്റൽസ് ഒന്നും ഇല്ല. നമ്മുടെ മലയാളികൾ ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ. അവിടെ കൊണ്ടുവന്നു. കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് 2 വയസ്സും 2 മാസം മാത്രമേ പ്രായമുള്ളൂ. കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു അവൾക്ക് ശ്വാസമുട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് അവൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ അങ്ങ് പോകുമെന്ന് പറഞ്ഞു. ഞങ്ങളത് കേട്ട് തിരിച്ചു പോന്നു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനൊരു പ്രത്യേക ചുമ തുടങ്ങാനിടയായി തീർന്നു. ആ ചുമ കൂടി വല്ലാത്ത ശബ്ദം പോലെ തോന്നിയപ്പം ഞങ്ങളും വളരെ ചെറുപ്പമായതുകൊണ്ട് കുഞ്ഞിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ബട്ട് സ്റ്റിൽ അന്നും ദൈവത്തിൻ്റെ കരമാണ് ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്ന് ഞങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ പറയാം, നമുക്കൊന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ഒരു എക്സ്റേ എടുത്ത് നോക്കാമെന്ന്. അങ്ങനെ വീണ്ടും ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ടെൻഷനും, എന്നാലും നിങ്ങളുടെ ഡൗട്ട് മാറാൻ വേണ്ടി ഞാനൊരു എക്സ്റേ എടുത്ത് നോക്കാമെന്ന്. അങ്ങനെ ഡോക്ടർ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ
കുഞ്ഞിൻ്റെ റൈറ്റ് ലങ്സിൻ്റെ മിഡിൽ പാർട്ട് കഴിഞ്ഞ് ഒരു സ്ക്രൂനയിൽ സ്റ്റക്ക് ചെയ്തിരിക്കുന്നതാണ് കാണാനിടയായി തീർന്നു. അത് കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ ആകെ അപ്സെറ്റായി. അദ്ദേഹം പറഞ്ഞു ഓൾറെഡി 5 ദിവസമായി ഫോറിൻ ബോഡി ലങ്സിനകത്തായിരിക്കുക, ഇമ്മീഡിയറ്റ്ലി അവളെ ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അത് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു 500 കിലോമീറ്റേഴ്സ് എവേയാണ്. അവിടെ ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സാണെന്ന് പറഞ്ഞല്ലോ, അവധി എടുത്ത് കുഞ്ഞിനെയും കൊണ്ട് അവിടെ പോയി. അവിടെ ചെന്ന് അവരൊരു 10-12 എക്സ്റേ എടുത്തു. എക്സ്റേ എടുക്കുമ്പോഴെല്ലാം ഈ സ്ക്രൂനെയിൽ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ഡോക്ടർ പറയാ ഐ വിൽ ഡു 2 തിങ്സ് എന്ന്, 2 കാര്യം ചെയ്യാം. ഒന്ന് ബ്രോങ്കോസ്കോപ്പി, അതായത് മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ട് ലങ്സിനകത്തുനിന്ന് ട്രാപ്പ് ചെയ്തെടുക്കുക. അത് ഫെയിൽ ആകുകയാണെങ്കിൽ ഐ വിൽ കട്ട് ഓപ്പൺ ഹെർ ലങ്സ് എന്ന്. നമുക്കറിയാം ഇത് രണ്ടും വളരെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുഞ്ഞിനെ നമുക്ക് കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ലായിരുന്നു. എന്നാലും ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ഞങ്ങളെ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. വൈകിട്ട് 4 മണിക്കാണ് ഓപ്പറേഷൻ ഈ ഡോക്ടർ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. രാവിലെ തൊട്ട് കുഞ്ഞിന് വെള്ളമൊന്നും കൊടുക്കാതെ, അനസ്തേഷ്യ വേണ്ടി വരുന്ന വെച്ച് ഫുഡും വാട്ടറും ഒന്നും കൊടുക്കാതെ കുഞ്ഞിനെ ഇട്ടിരിക്കുക. അവളാണെങ്കിൽ നല്ലതായിട്ട് പാലൊക്കെ കുടിക്കുന്ന, രാവിലെ തൊട്ട് കുഞ്ഞും കരയുക വെള്ളം വേണമെന്ന് പറഞ്ഞ്. ഞാനും ഒരിടത്ത് കരഞ്ഞ് കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. അവിടെ ഞങ്ങൾ ഈ ഒരു നോമിനൽ ബിലീവേഴ്സായിട്ട് ഞങ്ങൾ ജീവിക്കുകയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് പവർ ഉണ്ടോയെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഞങ്ങൾ ഡെസ്പറേറ്റ് ആകുക ചെയ്തത്. എന്നാലും ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ച് കുഞ്ഞിനെ വിട്ടുകൊടുത്തു. 4 മണി ആയപ്പോൾ ഡോക്ടേഴ്സ് വന്ന് തിയേറ്ററിലാണ് റെഡി ആയിരിക്കുക. വി ആർ വെയിറ്റിംഗ് ഫോർ ദി ചീഫ് പിഡിയാട്രിക് അനസ്തറ്റിസ്റ്റിനെ വെയിറ്റ് ചെയ്തിരിക്കുക. അദ്ദേഹം ട്രാഫിക് ജാമിൽ ഹെൽഡപ്പ് ആയിരിക്കുന്നെന്ന് പറഞ്ഞു. ഈ സമയം കൊണ്ട് ഇവിടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുക്കാനായിട്ട് പറഞ്ഞു. നല്ല വണ്ണം ഉള്ളതുകൊണ്ട് വെയിനൊക്കെ കിട്ടാൻ പ്രയാസമായിരുന്നു. ഡോക്ടേഴ്സ് ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് കുഞ്ഞിൻ്റെ കാലിൽ നിന്ന് ബ്ലഡ് എടുക്കാൻ തുടങ്ങുമ്പോൾ കുറേ സമയം നോക്കിയിട്ട് വെയിൻ കിട്ടാതെ ഒരു 5:30 ആയപ്പോഴത്തേക്ക് മറ്റേ ഡോക്ടർ വന്നിട്ടുമില്ല. ഈ സമയത്ത് 6 മണി പിന്നെയും സമയം പോയിക്കൊണ്ടിരുന്നു. കുഞ്ഞിൻ്റെ ബ്ലഡ് ഒരു 6:30 ആയപ്പോഴാണ് കിട്ടാൻ തുടങ്ങിയത്. കാരണം കുഞ്ഞ് അടങ്ങി കിടക്കുന്നില്ല, കാലൊക്കെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട്. ഈ വെയിൻ കിട്ടാൻ ബ്ലഡ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവളിങ്ങനെ കരയുന്ന കണ്ടപ്പം എൻ്റെ ഹസ്ബൻഡ് അന്നേരം കുഞ്ഞിനോട് പറയുക, ഞങ്ങൾ ഡെസ്പറേറ്റാണ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഡോക്ടറോട്ട് വരുന്നുമില്ല, ഡോക്ടർ വരാത്തതുകൊണ്ട് നമ്മൾ ഡോക്ടറെ ഇങ്ങനെ കേസ് ചെയ്യുന്ന പോലെ ഞങ്ങൾ എന്താ വരാത്തതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ അറിയുന്നില്ല ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ആയിരുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ഈ കരയുന്ന കുഞ്ഞിനോട് പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, മോളെ ഡോണ്ട് ക്രൈ, യു പ്രേ ടു ജീസസ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല. പെട്ടെന്ന് നമുക്കറിയത്തില്ല, ഈ കരയുന്ന കുഞ്ഞ് രാവിലെ തൊട്ട് വെള്ളം കുടിക്കാത്ത കുഞ്ഞ് ഷീ സ്റ്റോപ്പ് ക്രൈയിങ് ആൻഡ് ഷീ സ്റ്റാർട്ടഡ് പ്രേയിങ്. പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുഞ്ഞ് പ്രാർത്ഥിക്കുക, ജീസസ് മേക്ക് മീ ഓൾ റൈറ്റ്, ബ്ലസ് മീ ആൻഡ് ഹീൽ മീ എന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ബ്ലസ് എന്നും ഹീലിംഗ് എന്നുള്ള വാക്ക് യാക്കോപ്പള്ളിയിലും 32 വർഷം മുമ്പ് നടന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ കേട്ടിട്ടേ ഇല്ല. ഈ കുഞ്ഞിനെ ആര് ഈ പ്രാർത്ഥന പഠിപ്പിച്ചെന്ന്, ഇപ്പോൾ അവൾക്ക് 34 വയസ്സുണ്ട്. ഞങ്ങൾക്ക് അറിയത്തില്ല അവളെ ആരാ പ്രാർത്ഥന പഠിപ്പിച്ചെന്ന്. ഞങ്ങൾക്ക് പോലും ശരിക്കും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അന്നേരം ആ കുഞ്ഞത് പ്രാർത്ഥിക്കുന്നതെന്ന് ഓർത്തോണം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവമക്കളെ, ഹബല റീഡബൽ കൗഡ് ബിഖന്തരബൗഡല, നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നെന്ന് ഞങ്ങൾ ഏറ്റവും രുചിച്ചറിയൊരു സമയം. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ നിന്ന് ഫോൺ വരിക, ഡോക്ടർക്ക് ഇന്ന് വരാൻ പറ്റത്തില്ല, അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7 മണിയായി. സോ വി ആർ ഗോയിങ് ടു പോസ്റ്റ്പോൺ ഇറ്റ് ഫോർ ടുമോറോ എന്ന്. അങ്ങനെ പെട്ടെന്ന് അവർ പറഞ്ഞു ഇനി എന്തെങ്കിലും കുഞ്ഞിന് കുടിക്കാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ എടുത്ത് ഒരു ഗ്ലാസ് ജ്യൂസ് കുഞ്ഞിന് കൊടുത്തു. അവൾ ഈ രാവിലെ തൊട്ടൊന്നും കുടിക്കാത്തതുകൊണ്ട് ആ പരവേശത്തിൽ അത് കുടിക്കാനിടയായി തീർന്നു. കുടിച്ചു കഴിഞ്ഞാൽ അവൾ എന്നോട് പറഞ്ഞു, മമ്മി ഐ വാണ്ട് ടു വോമിറ്റ് എന്ന്. ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ട് വാഷ് ബേസിൻ്റെ അടുത്തോട്ട് പോയി. അവൾ കുടിച്ചത് വലിയ സ്പീഡിൽ കുടിച്ചുകൊണ്ടായിരിക്കും. പെട്ടെന്ന് ഞാൻ വാഷ് ബേസിൻ തുറന്നു. കുഞ്ഞങ്ങ് ഛർദ്ദിച്ചു. ഒരു പഴയ വാഷ് ബേസിൻ വലിയൊരു ഹോളാണ്. ഈ ഛർദ്ദിലും പോകുന്നുണ്ട്, പൈപ്പിൽ നിന്ന് വെള്ളവും പോകുന്നുണ്ടെങ്കിലും ഉടനെ പെട്ടെന്ന് കുഞ്ഞ് എന്നോട് പറയുന്ന, മമ്മി സി നെയിലെന്ന്. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ആ വലിയ തുളയുടെ സൈഡിലായിട്ട് ആണി അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഈ ആണി ഇരിക്കുന്നത് ഞാൻ കാണുക. ഞാനത് കാണുന്നില്ല, കുഞ്ഞാ എന്നെ കാണിക്കുന്നത്, മമ്മി സി നെയിലെന്ന്. ഞാൻ പെട്ടെന്ന് പൈപ്പ് അടച്ചു. ഞാൻ വെള്ളത്തിൽ കൂടോ ഈ ഛർദിൽ കൂടോ ആ ഹോളിൽ കൂടി ഇത് പോയിരുന്നെങ്കിലും നമ്മൾ കാണത്തില്ല. ദൈവം ഒരു 2 മിറക്കിൾ ഒരുമിച്ച് ചെയ്തതുപോലെ ഈ ആണി പുറത്ത് വന്നത് മാത്രമല്ല, അത് വെള്ളത്തിൽ കൂടെ ഛർദിൽ കൂടെ അകത്ത് പോകാതെ ആ ഹോളിൻ്റെ സൈഡിൽ അതവിടെ ഒട്ടിച്ചു വെച്ചതുപോലെ അവിടെ ഇരിക്കുക. പെട്ടെന്ന് ഞങ്ങൾ 2 പേരും കൂടെ കരഞ്ഞ് ഡോക്ടേഴ്സിനെ വിളിച്ചു. ഈ ആണി പുറത്ത് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറയാം, വി വിൽ ടേക്ക് 1 more എക്സ്റേ എന്ന്, ടു കൺഫേം ഇറ്റ് എന്ന്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഞങ്ങളോട് പറയാം, പെട്ടെന്ന് എക്സ്റേ എടുക്കാൻ ഇടയായി തീർന്നു. നോക്കിയപ്പോൾ ലങ്സ് ക്ലിയർ ആയിട്ട് കാണാനിടയായി. അന്ന് ഡോക്ടർ പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ദിസ് ഈസ് എ മിറക്കിൾ എന്ന്. കാരണം ലങ്സിൻ്റെ വാൽവ്സ് എല്ലാം താഴോട്ട് തുറക്കുന്ന, സ്ലിപ്പ് ചെയ്ത് പോകുന്ന. ദീസ് വാൽവ്സ് വിൽ നെവർ ഓപ്പൺ അപ്വേർഡ്സ് എന്ന്. ഇതെങ്ങനെ നമുക്കറിയാം, ആൽവിയോളയുടെ ആ എയർ സാക്സിൻ്റെ ഈ വാൽവ്സ് എല്ലാം മുകളിലോട്ട് തുറന്ന് വന്ന് ഇവിടെ എപ്പിഗ്ലോട്ടിസും ഇത് പുറത്ത് വന്നത് ദിസ് ഈസ് എ മിറക്കിൾ എന്നും. ദാറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ അവർ ലൈഫ്. പ്രാർത്ഥനയാൽ
ബാലൻ്റെ നിലവിളി കേട്ട ദൈവം, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ നിലവിളി കേട്ട് അവിടെ പ്രാർത്ഥന കേട്ട് ഈ ആണി പുറത്തു വരാൻ ദൈവം സഹായിച്ചു. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ അവർ ലൈഫ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് അവർ ഗോഡ് ഇസ് എൻ ഇമ്മീഡിയറ്റ് റിയാലിറ്റി. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം എൻ്റെ ദൈവം ജീവിക്കുന്നെന്ന് അവൻ്റെ ബലമുള്ള കരം കൊണ്ടും അവൻ്റെ നീട്ടിയ ഭുജം കൊണ്ടും അവൻ ഞങ്ങളെ ഞങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്ന് വിളിച്ചു വരുത്തുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഹിസ്റ്ററി ചേഞ്ച് ചെയ്യാൻ ദൈവം ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ആ കുഞ്ഞിനെ ആര് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെന്ന് ഇന്നു വരെയും ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ സർവശക്തനായ ദൈവം ആ അത്ഭുതത്തിൽ കൂടെ ദൈവത്തിങ്കിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചെങ്കിലും നമുക്ക് മനസ്സിലായി ഞങ്ങൾ മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, ഞങ്ങൾ സ്നാനപ്പെടണം. ഇതെല്ലാം ഞങ്ങൾക്ക് ദൈവം മനസ്സിലാക്കി തന്നെങ്കിലും ഞങ്ങളുടെ പേരൻസിനെയും ഞങ്ങളുടെ എല്ലാ പാരമ്പര്യത്തെ ഓർത്ത് ഞങ്ങൾ ഒരു 9 വർഷത്തോളം ഞങ്ങൾ മാറി നിന്നുവെങ്കിലും ഒരു ദിവസം വീണ്ടും ഞങ്ങൾക്ക് പല പരീക്ഷയിൽ കൂടെ ദൈവം കടത്തിവിട്ടപ്പോൾ വീണ്ടും ഈ മോളിൽ കൂടെ തന്നെ ദൈവം ഞങ്ങളോട് സംസാരിക്കാൻ ഇടയായി തീർന്നു. അവൾ പറയുക, ഒരു ദിവസം ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ എന്നാ സ്നാനപ്പെട്ടോ, ഞാൻ പിന്നീട് സ്നാനപ്പെട്ടോളാമെന്ന്. അപ്പോൾ എന്നോട് മോള് പറയാമെന്ന്, ഡാഡി യു ആർ എ ടീച്ചർ ആൻഡ് ഐ എം എ സ്റ്റുഡൻറ്റ്. If I am also a student. If I am not doing my homework, my teacher will send me out of my class. So this baptism is an assignment given to you by God. And if you are not doing it, he will send you out of his kingdom. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹി കമ്മൻ ഹത്തുരബൌഡ്, ഇത് ദൈവമാ പറഞ്ഞു എന്നല്ല. ഈ കൊച്ചിന് അവർക്ക് അന്നേരം 11 വയസ്സാകുന്നതേ ഉള്ളൂ. ഇവക്ക് ഇതാര് പറഞ്ഞു കൊടുത്തെന്ന് അതും ദൈവം തന്നെ പറഞ്ഞു കൊടുത്തു. തുടക്കം മുതലേ പ്രാർത്ഥനയോളെ പഠിപ്പിച്ച ദൈവം, തുടക്കം മുതലേ ബൈബിളിലെ സത്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ദൈവം, ജീവിക്കുന്ന ദൈവം എന്ന് പിന്നെ അനേക അനുഭവങ്ങൾ കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ ഞങ്ങൾ 1989 കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനം എടുക്കുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ദൈവം നമ്മൾ രക്ഷിക്കപ്പെടാനും മനസ്സാന്തരപ്പെടാനും പറയുമ്പോൾ അവൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നത്, ഞാൻ എപ്പോഴും കേൾക്കുന്നൊരു വാക്യമുണ്ട്. ജെനസിസ് ചാപ്റ്റർ 1:26 പറയുക, ദൈവം പറയുക, നമുക്ക് മനുഷ്യനെ നമ്മുടെ ഇമേജിൽ സൃഷ്ടിക്കാമെന്ന്. മനുഷ്യനെ എൻ്റെ ഛായയിൽ സൃഷ്ടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഒരു മനുഷ്യൻ ഒരു പുതിയ സൃഷ്ടിയാകണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷേ ആദാമും ഹവ്വായും പാപം ചെയ്തപ്പോൾ ആ തേജസ് നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവം വീണ്ടും കാലാകാലങ്ങളിൽ മനുഷ്യവർഗത്തെ വിടുവിക്കാനായിട്ട് ദൈവത്തിൻ്റെ ഛായയിൽ നമ്മളെ ആക്കി തീർക്കാൻ അവന് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഹല്ലേലൂയ. അങ്ങനെ അവൻ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്ന്, ഹല്ലേലൂയ, അവൻ ആ വില കൊടുത്തു കഴിഞ്ഞ് നമ്മളെ അവനിൽ പൂർണ്ണരാക്കി തീർക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാനും അവനിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരുവാനും എൻ്റെ ദൈവം ഞങ്ങളെ കുടുംബമായി സഹായിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. പ്രിയ ദൈവമക്കളോട് എനിക്ക് കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് അതിൻ്റെ പുറകെ പോകാൻ വേണ്ടിയല്ല, പിന്നെയോ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവവചനത്തെ ഉറപ്പിക്കുകയും ദൈവത്തിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഈ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും നമ്മുടെ കല്ലറ വരെ മാത്രമേ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചപ്പോൾ നമ്മളെ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ അവൻ വിളിച്ചു. നമ്മൾ അറിയുന്നതിന് മുമ്പേ അവൻ നമ്മളെ വിളിച്ചുകൊണ്ടായിരിക്കുന്നത്. നമ്മളെ ഈ ലോകത്തിലേക്ക് മാത്രമല്ല അവൻ കണ്ടിരിക്കുന്നത്, നിത്യത വരേക്ക് അവൻ നമ്മളെ കണ്ടിരിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ലോകം കൊണ്ട് തീരുന്നതല്ല, ഈ ലോകത്തിൽ തീരുന്ന അത്ഭുതങ്ങളുടെ പുറകെ പോകാതെ ദൈവവചനത്തെ കണ്ടെത്തി അതിനെ അനുസരിക്കുന്നവരെ തീരുവാൻ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ദൈവം സഹായിക്കട്ടെ. അതിനുവേണ്ടി ദൈവം ചെയ്തത് നമുക്കറിയാം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 1, 2, 3, 4 വാക്യങ്ങൾ ഇങ്ങനെ പറയുക, നമ്മുടെ കൺമീൻ നാം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ഇപ്പോൾ നമ്മൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ദൈവം പറയാ, ദൈവത്തിൻ്റെ ഇമേജിൽ ഞാൻ നിന്നെ സൃഷ്ടിച്ചത് നീ എന്നോട് സദൃശനായി തീരുവാൻ. അങ്ങനെ ദൈവത്തോട് അനുരൂപരായി തീരുവാൻ ദൈവം ഒരു കാര്യം ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, അവൻ നമ്മളെ വെറുതെ വിളിച്ചതല്ലെന്ന്. അവൻ വില തന്ന് നമ്മളെ വിളിച്ചു. എന്നിട്ട് പറയുക, യു ആർ എ പർച്ചേസ്ഡ് പ്രോപ്പർട്ടി എന്ന്, ഞാൻ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു. അല്ലെ, ഞാനൊരു ഡൗൺ പേയ്മെൻറ്റ് പോലെ അവനൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. അത് അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന് അച്ചാരമായി തന്നിട്ട് എന്തിനാണെന്നറിയോ, അവനോട് സദൃശരായി തീരുവാൻ അവൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന് നാൾതോറും അവൻ നമ്മളെ റിന്യൂ ചെയ്ത് നമ്മുടെ ജീവിതത്തെ പുതുക്കി അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ അവൻ അവൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഈൽഡ് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ആ രൂപത്തോട് സദൃശരായി തീരാൻ നമ്മുടെ ദൈവത്തിൻ്റെ ആഗ്രഹം
അവൻ്റെ ഇമേജിൽ നമ്മളായിത്തീരുവാൻ നമ്മളെ എത്രയും ദൈവം സഹായിക്കട്ടെ. അതിനുവേണ്ടി ദൈവം മുടക്കിയ വിലയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ്റെ പുത്രനെ നമുക്ക് തന്നു, അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു, അവൻ്റെ ആത്മാവ് നമ്മളെ നവീകരിക്കുന്നു. അവൻ വരും, ഹീസ് കമ്മിങ്. ഹല്ലേലൂയ. അവൻ വരുമ്പോൾ നമ്മളെ അവനെ പോലെ ആക്കിക്കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മളെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവസ്ഥലിനെ കുടുംബമായി സമർപ്പിച്ചുകൊണ്ട് ദൈവസ്ഥലിനെ രക്ഷ